നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ ചിത്രം വെണ്ണക്കണ്ണനാണ്. രണ്ടാമത്തേതായ ചിത്രം താമരക്കണ്ണനാകുന്നു. 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അത്രമേൽ പ്രയാസങ്ങളോട് പടവെട്ടി അല്ലെങ്കിൽ പൊരുതി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. കാരണം തോറ്റു കൊടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ട്, അഥവാ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ട് എന്നതാണ് വാസ്തവം. ഈശ്വരാനുഗ്രഹത്തോടെ തന്നെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ, അഥവാ ഭഗവാന്റെ കൃപാകടാക്ഷത്തോടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പരാമർശിക്കാം. എന്നാൽ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നതായ ചെറുതും വലുതുമായ പലവിധ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം പല വിധത്തിലും തെറ്റിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്താം. ആരെയും വിഷമിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളല്ല നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലർ മൂലവും അഥവാ പല വ്യക്തികൾ മൂലവും പല വിധത്തിലും ഇത്തരം വിഷമതകൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ആരോടാണ് സമാധാനം ലഭിക്കാനായി നിങ്ങൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കേണ്ടത്? ആരെ കൂടെ കൂട്ടണം? എന്താണ് ഈ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ അവസാനമാവുക എന്ന് ചിന്തിച്ച് ഭഗവാനോട് നിത്യവും പ്രാർത്ഥിക്കുന്നവരോ അത്തരത്തിൽ മനസ്സിൽ വിഷമതകൾ ഉള്ളവരോ ആണ് നിങ്ങൾ. എന്നാൽ ഈ പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. ആരും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ട്. അത് മക്കളാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ. ആരോട് എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളുടെ മാനസികാവസ്ഥ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ അവർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് എന്നതും നിങ്ങളുടെ പരിഭവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഇതിനേക്കാളും വലിയ വേദന നിങ്ങൾക്ക് ലഭിക്കുന്നത് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നതിനാൽ കൂടിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കടഭാരങ്ങൾ അഥവാ കടങ്ങളുമായി ബന്ധപ്പെട്ട ആ ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നതിലൂടെ ഒരു മോചനം കണ്ടെത്തുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ശക്തിയെ അടിയുറച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കറിയുന്ന ആ ശക്തി നിങ്ങളെ രക്ഷിക്കും. അഥവാ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വെല്ലുവിളികൾ ഉണ്ടായി എന്ന് വരാം, പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വരാം.
എന്നാൽ അതെല്ലാം നേരിടുവാനുള്ള ആ ശക്തി തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുള്ളത്. നിരവധിയാർന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശക്തിയായി തന്നെ ഭഗവാൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളോ ഭാരങ്ങളോ നിങ്ങൾ ഒരിക്കലും കണക്കിലാക്കേണ്ടതായിട്ടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സർവ്വവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. ആ ക്ഷമയോടെ തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്കായി നൽകാനായി പോകുന്നത്. ആ പോസിറ്റീവായ ഊർജം തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ സ്വീകരിക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, വരും ദിവസങ്ങളിൽ തന്നെ ചില ശുഭവാർത്തകൾ ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിത്രമായ അഥവാ ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങളോ തിരിച്ചടികളോ വിഷമങ്ങളോ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം ആദ്യം തുറന്നു പറയുന്ന ഒരു ശക്തിയുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ മാത്രമാണ് ഇപ്രകാരം ഭഗവാനോട് നിങ്ങൾക്ക് അടുക്കുവാൻ സാധിക്കുന്നതും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ആ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം. പെട്ടെന്ന് ദേഷ്യം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വരും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ വെല്ലുവിളികൾക്കിടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പല വിധത്തിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്യുവാൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. നിങ്ങളുടെ തൊഴിൽപരമാണ് എങ്കിലും അതെല്ലാം കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതിൽ കാര്യങ്ങൾ അതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം നിലനിൽക്കും എന്ന ആഗ്രഹവുമുണ്ട്. പലപ്പോഴും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതായ കാര്യം വലിയ രീതിയിൽ കുത്തുവാക്കുകൾ, അപമാനങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ തന്നെ അത് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അപമാനങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ ആ ശക്തി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. അഥവാ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന് മാത്രമല്ല, കൈപിടിച്ചുയർത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്രകാരം കാണുന്നു. ഈശ്വര വിശ്വാസത്താലും അഥവാ ഭഗവാനോടുള്ള ഭക്തിയാലും കഠിനമായ പരിശ്രമങ്ങളിലും നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ വിജയങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഭക്തവത്സരനായ ഭഗവാൻ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പലരുടെയും തിരിച്ചടി നിങ്ങളെ തളർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഒരിക്കലും ജീവിതം ജീവിതമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ചില അവസരങ്ങളെങ്കിലും അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തിനീ ജന്മം,
അല്ലെങ്കിൽ പാഴ്ജന്മം, പാഴ് ജീവിതം, ഇത്തരത്തിൽ പല ചിന്തകളും മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാകും എന്നതാണ് വാസ്തവം. അത് പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഭഗവാനെ വിശ്വസിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തീർച്ചയായും മറ്റു ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി ഭഗവാനിൽ നിങ്ങളെ അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ മുൻപ് പരാമർശിച്ചതായ അത്തരം ചില കാര്യങ്ങൾ, പ്രധാനമായും മനസ്സിലുള്ള അത്തരം ചിന്തകൾ നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്നതാണ് വാസ്തവം. ഈ സമയം അവസരങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും. അതിൽ പ്രധാനമായത് ചില വ്യക്തിത്വങ്ങളെ, ചില വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരുടെ മുഖം മൂടി തന്നെ അഴിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പ്രധാനമായും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അത്തരത്തിൽ ആളുകളെ മനസ്സിലാക്കി പെരുമാറുവാൻ സാധിക്കുന്ന സാഹചര്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരും. ഈ സമയം കൃത്യമായി തന്നെ പിണക്കം കൂടാതെ വ്യക്തികളെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കരുതലോടെ തന്നെ സമയം നിങ്ങൾ ജീവിക്കേണ്ടത് അനിവാര്യമാണ്. സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ഈ സമയം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളിലേക്ക് നൽകും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊരു ശുഭവാർത്തയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായ ചില ശുഭകാര്യങ്ങളാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ്. ഉപജീവനത്തിൽ സംഭവിച്ചിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ജീവിതത്തിൽ അല്പമെങ്കിലും ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക.